പ്രശാന്തേട്ട 1960 ഒരു നദി, സിന്ധു നദിയും ജലം കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു കരാറുണ്ട്. അപ്പോൾ ആ കരാർ അനുസരിച്ച് പാകിസ്ഥാനിന് ആവശ്യമുള്ള വെള്ളം എടുക്കാം. പക്ഷേ ഇപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇനി അനുവദിക്കില്ല. അന്നത്തെ സാഹചര്യം എല്ലാം മാറി. പ്രത്യേകിച്ച് ഭൂമിശാസ്ത്രപരമായും ഭൂപ്രകൃതി തന്നെ മാറിപ്പോയ ഒരു സാഹചര്യത്തിലാണ് 2024 നിൽക്കുന്നത്. 60 സാഹചര്യമല്ല. അപ്പോൾ ഈ കരാറ് പുനഃപരിശോധിക്കേണ്ടി വരും. വെള്ളം അങ്ങനെ അങ്ങ് കൊണ്ടുപോകാൻ പറ്റില്ല. അത് ഇന്ത്യ തീരുമാനിക്കും. എത്ര വെള്ളം തരണം എന്ന് ഇന്ത്യ തീരുമാനിക്കും. ഇനി അങ്ങനെ പറ്റൂ എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. നോട്ടീസ് കൊടുത്തു. കാരണം ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒത്തിരി കാര്യങ്ങളിൽ വിഷയമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഏറ്റവും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭീകരവാദമാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദം വളരെ കൂടുതലായിട്ട് നമ്മളെ കാലങ്ങളായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇപ്പൊ അത് വളരെ കൂടുതലായിട്ട്. അപ്പം 1960 ഒരു കരാറാണ് സിന്ധു നദീതട ഉടമ്പടി. ഈ ഉടമ്പടി 11/3 വകുപ്പ് പ്രകാരം ഉണ്ടായിട്ടുള്ളതാണ്. അതായത് ഇത് പുനർപരിശോധിക്കേണ്ടതായിട്ടുണ്ട് വളരെ നേരത്തെ തന്നെ. ഇതുവരെ ഇത് പുനർപരിശോധിച്ചിട്ടില്ല. പിന്നെ നമ്മളും നിർബന്ധം പിടിച്ചിട്ടില്ല. കാരണം അവരുടെ കൃഷിയും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ലഭ്യതയും ഒക്കെ ഇതിനകത്തു നിന്ന് വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. കാരണം ജലം ഉപയോഗിക്കുന്നതിന് ഈ ജലത്തിനകത്ത് നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ വളരെ കൂടുതൽ പ്രദേശങ്ങളിൽ കൃഷി ഉൾപ്പെടെ വളർച്ച ഉണ്ടാവും, പിന്നെ കൃഷി നശിച്ചു പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് ആ ഒരു കാര്യം കൊണ്ട് തന്നെ അവരത് ഉപയോഗിച്ചിട്ട് എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പം നമ്മളതിന് നോട്ടീസ് കൊടുത്തു. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാന അതിർത്തി കടന്നുള്ള ഭീകരവാദം തന്നെയാണ്. അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ ജോൺ പറഞ്ഞതുപോലെ നേരത്തെ ഉള്ള സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അന്നത്തെ ജനസംഖ്യയും അല്ലെങ്കിൽ ഭൂപ്രദേശവും ഒക്കെ ജനസംഖ്യക്കകത്ത് വ്യത്യാസമുണ്ട്, ഭൂപ്രദേശങ്ങൾക്കകത്ത് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങളൊക്കെ പരിശോധിച്ചിട്ട് നമ്മൾ അത് വളരെ നേരത്തെ തന്നെ പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾക്കത് പുനഃപരിശോധിക്കണം. അതുപോലെ തന്നെ അവിടെ ഏറ്റവും വലിയ 2 വൈദ്യുത പദ്ധതികളുണ്ട്. നമ്മുടെ റാറ്റിൽ കിഷൻ ഗംഗ എന്ന് പറഞ്ഞത് ജലവൈദ്യുത പദ്ധതിയാണ്. അത് നമുക്ക് തുടങ്ങേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഈ കരാർ പുനഃപരിശോധിക്കുന്നതിനകത്ത് ബുദ്ധിമുട്ട് വന്നതുകൊണ്ടും, അല്ലെങ്കിൽ അവിടെ ഈ ഡാം പണിയുന്നത് കൊണ്ട്, ഇന്ത്യ ഡാം പണിയുന്നത് കൊണ്ട് അവർക്ക് വെള്ള ലഭ്യത കുറയും, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഇപ്പോഴത്തെ ഉള്ള അവസ്ഥയിൽ ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞ ഇവിടെ പ്രക്ഷോഭവും കാര്യങ്ങളും ഒക്കെ നേരത്തെ ഉരുത്തിരിഞ്ഞായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം അതൊന്നും ഇനിയും പരിഗണിക്കാൻ മാർഗമില്ല. ഈ പാകിസ്ഥാൻ്റെ ഈ നിലപാട് നമുക്ക് അംഗീകരിക്കാനും പറ്റത്തില്ല. നമ്മൾ ഇതുവരെ സഹായിച്ചത് നമ്മുടെ മനുഷ്യ പരിഗണനയും മര്യാദയും ഒക്കെയാണ്. ഇനി നമ്മൾക്ക് സഹായിക്കാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യയുടെ ഭൂപ്രകൃതിക്കകത്തും അല്ലെങ്കിൽ ജനസംഖ്യ അനുപാതത്തിന് രാജ്യത്തിന് വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഊർജ്ജ പ്രതിസന്ധികളുണ്ട്. നമ്മളുടെ ഒരു വലിയ 2 പ്രോജക്റ്റുകൾ, ഈ പറഞ്ഞ ജലവൈദ്യുത പ്രോജക്റ്റുകൾ അവിടെ കാലങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുകയാണ്. ഇത് നമുക്ക് പുനഃസ്ഥാപിച്ചേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തണം, ചർച്ചകൾ ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇത് പാകിസ്ഥാൻ ഉണ്ടാകാൻ പോകുന്ന ആഘാതം വളരെ വലുതാണ്. ഒന്നാമതേ പാകിസ്ഥാനെ പറ്റി ജോണിന് അറിയാമല്ലോ. പാകിസ്ഥാനകത്ത് ആരാ പാകിസ്ഥാനെ ഇപ്പം നയിച്ചുകൊണ്ട് പോകുന്നതെന്ന് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പാവം പിടിച്ചതായിട്ടുള്ള ജനങ്ങൾക്ക് അറിയത്തുമില്ല. ഒരു വശത്തൂടെ പട്ടാളം നീങ്ങുന്നു, ഒരു വശത്തൂടെ ഭീകരവാദികൾ നീങ്ങുന്നു, ഒരു വശത്തൂടെ രാഷ്ട്രീയക്കാർ നീങ്ങുന്നു. ആവശ്യമില്ലാത്ത രാഷ്ട്രീയക്കാരെ എല്ലാം പിടിച്ച് ജയിലിലടയ്ക്കുന്നു. ഇപ്പം പ്രധാനമന്ത്രി ജയിലിലാണല്ലോ. മാത്രമല്ല അവിടെ ബംഗ്ലാദേശിന് സമാനമായിട്ടുള്ള പ്രക്ഷോഭം കഴിഞ്ഞ ദിവസം അത് വെളിയിലോട്ട് വരുന്നില്ല, സമാനമായിട്ടുള്ള പ്രക്ഷോഭം തുടങ്ങിയിരിക്കുകയാണ്. ബലൂചിസ്ഥാനി പ്രശ്നം. ബലൂചിസ്ഥാനിൽ ഒരു ദിവസം ഏകദേശം 50 സൈനികർ മരിച്ചു ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അതായത് പാകിസ്ഥാന് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവിടെ ആഭ്യന്തര വിഷയങ്ങൾ ഉടലെടുക്കുമ്പോഴാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദവും മറ്റ് രാജ്യങ്ങളിലേക്ക് ഭീകരവാദം പടർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമവും ഒക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് പട്ടിണി കിടക്കുന്ന പാകിസ്ഥാൻ, ഒരു നേരത്തെ ബ്രെഡ് മേടിച്ച് കഴിക്കാൻ മാർഗമില്ലാത്ത ആൾക്കാരുള്ള പാകിസ്ഥാൻ, മറ്റ് രാജ്യങ്ങളിലേക്ക് ഭിക്ഷാടനത്തിന് പോകുന്ന പാകിസ്ഥാൻ, മറ്റ് രാജ്യങ്ങൾ ഭിക്ഷാടനത്തിന് വരുന്നവരുടെ വിസ റദ്ദാക്കി, സൗദി പോലുള്ള രാജ്യങ്ങൾ റദ്ദാക്കിയിരിക്കുന്ന പാകിസ്ഥാൻ, ആ പാകിസ്ഥാനാണ് ഇന്ന് ഇന്ത്യയുമായിട്ട് പ്രശ്നത്തിൽ നിൽക്കുന്നത്. അതായത് അവർക്ക് ഭീകരവാദത്തിന് വേണ്ടി മാത്രം പൈസ ചില രാജ്യങ്ങൾ കൊടുക്കുന്നു. ആ പൈസ കൊണ്ട് ഭീകരവാദ പ്രവർത്തനം നടത്തുകയും രാജ്യത്തിൻ്റെ പുരോഗതിക്കപ്പുറം ഈ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നവരുടെ താല്പര്യങ്ങൾ മാത്രം ഉന്നയിച്ച് മുന്നോട്ട് പോകും. ഇവരെ തന്നെ വീണ്ടും ബംഗ്ലാദേശിൽ ഉപയോഗിച്ചില്ലേ? പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിയാണല്ലോ ബംഗ്ലാദേശിൽ ഉപയോഗിച്ചത് വളരെ കാലങ്ങൾ കൊണ്ട്. അല്ലെ അമേരിക്ക ആയാലും ചൈന ആയാലും
നമ്മുടെ ശത്രുവായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ സ്വാധീനം ഉറപ്പിക്കണമെന്ന് ആഗ്രഹിച്ച രാജ്യങ്ങൾ ആ രാജ്യത്തെ ജമാഅത്ത് ഇസ്ലാമി ഉപയോഗിച്ച് അവിടെ കയറിയില്ലേ? അവിടെയും ഒരു പാകിസ്ഥാനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ? രണ്ടാമതൊരു പാകിസ്ഥാൻ ബംഗ്ലാദേശ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ തീവ്രവാദ ഗ്രൂപ്പിന്റെ മാത്രം കയ്യിലേക്ക് ആ രാജ്യം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പട്ടിണി അരാജകത്വത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പാകിസ്ഥാനിലെ അതിർത്തികളിൽ നമ്മളെ അതിർത്തികൾ കടന്നുള്ള ഭീകരവാദ പ്രവർത്തനം മറ്റ് പ്രദേശങ്ങളിൽ കൂടി വ്യാപിപ്പിച്ച് ഇന്ത്യയെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്ത്യ ഈ രീതിയിൽ നീങ്ങുന്നത്. അതായത് ഇന്ത്യ ഈ രീതിയിൽ നീങ്ങിയാൽ പാകിസ്ഥാന് ഇനി വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അതായത് കൃഷി ചെയ്യാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് സാധാരണക്കാർ അല്ലെങ്കിൽ വ്യവസായ അടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കൂടുതൽ ജില്ലയിൽ കൃഷി ചെയ്യാൻ വെള്ളം കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും. വളരെ കർശനമായിട്ടുള്ള നിലപാടുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നതിന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ കഴിഞ്ഞ ദിവസം കാശ്മീരിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അതിൻ്റെ അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരവാദമാണ് ഇപ്പം നടക്കുന്നത്. അത് തീർത്തിരിക്കുമെന്ന് മോദി പറഞ്ഞതിൻ്റെ പുറകെയാണ് ഇപ്പോൾ ഈ നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. പാകിസ്ഥാനെ വേണ്ട രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് ആക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. അതായത് ഇനി പാകിസ്ഥാനെ പഴയ അവസ്ഥയിൽ വിടുന്നതിന് വേണ്ടി ഇന്ത്യ തയ്യാറാവത്തില്ല. ഈ നമ്മൾ ഈ പറയുന്ന പോലെ ആഹാരവും വെള്ളവും ഒന്നും ഇല്ലെങ്കിൽ ഒരു ആൾക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ട്. ആ രീതിയിലുള്ള ബുദ്ധിമുട്ട്, ഡയറക്റ്റുള്ള യുദ്ധത്തിനപ്പുറം ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഇത്തരത്തിലുള്ള കരാറുകൾക്കകത്തൊക്കെ രാജ്യങ്ങൾ പാലിക്കേണ്ട മര്യാദയും അല്ലെങ്കിൽ ഈ നയതന്ത്ര ബന്ധങ്ങളൊക്കെ പാലിക്കാത്ത അവസ്ഥ വരുമ്പോൾ ആ രീതിയിലേക്ക് പോകുന്നതെന്ന് തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയോട് കളിക്കുന്ന പാകിസ്ഥാന് നാളെ കാലത്തെ സിന്ധു നദീജല കരാർ അനുസരിച്ച് കൊടുക്കുന്ന വെള്ളം കൊടുക്കണ്ട എന്നാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ആ ഉടമ്പടി പുനഃപരിശോധിക്കേണ്ടതായിട്ടും ചർച്ച ചെയ്യേണ്ടതായിട്ടുമുണ്ട്. വളരെ കാലങ്ങൾക്ക് 60-ന് ശേഷം ഇത് ചർച്ച ചെയ്തിട്ടില്ല, പുനഃപരിശോധിച്ചിട്ടില്ല. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് പുനഃപരിശോധിക്കണം. ഭൂപ്രദേശം അല്ലെങ്കിൽ നമ്മുടെ ഊർജ്ജ സംവരണത്തിൻ്റെ ആവശ്യം, അതിനുവേണ്ടി നമുക്ക് അവിടെ തുടങ്ങി വെച്ചിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ കൂടുതൽ അല്ലെങ്കിൽ അത് തീർക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഇത് പാകിസ്ഥാന് വളരെ കുഴപ്പത്തിലേക്ക് കൊണ്ടെത്തിക്കും. പാകിസ്ഥാനകത്ത് ജനങ്ങൾ പാകിസ്ഥാനകത്ത് വീണ്ടും ആഭ്യന്തര കലാപം അല്ലെങ്കിൽ ആ ഗവൺമെന്റിനെതിരെയും ഭീകരർക്കെതിരെയൊക്കെ തിരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം തന്നെ ആഭ്യന്തര കലകം ഭയങ്കര രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറച്ചൊക്കെ വെളിയിൽ വരാതെ പാകിസ്ഥാൻ ഒത്തിപ്പിടിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ ഉണ്ടായ സമാനമായിട്ടുള്ള ഇമ്രാൻഖാൻ്റെ പാർട്ടിക്കാർ ആഭ്യന്തര ലഹളയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ സിന്ധു നദി എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ വളരെ പ്രധാനപ്പെട്ട നദിയാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് തന്നെ സിന്ധു നദീതല സംസ്കാരമാണ്. അതിപ്പോൾ ഈ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങളെല്ലാം പാകിസ്ഥാനിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ നൈൽ നദി, ഈജിപ്തിലെ നൈൽ നദി, അത് വലിയ അപ്പോൾ ഈ നദി വലിയ നദികളോട് ചേർന്നിട്ടാണ് മനുഷ്യൻ്റെ സംസ്കാരം എല്ലാം രൂപപ്പെട്ടത്. അപ്പം നദിയെ ആശ്രയിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ നദീക്കരയോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളെല്ലാം ഫലഭൂയിഷ്ടവും സമ്പൽ സമൃദ്ധിയും ഉള്ള പ്രദേശങ്ങളാണ്. ഇവിടെ പാകിസ്ഥാന് പറ്റാൻ പോകുന്നത് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ രാജ്യത്ത് വലിയ തോതിൽ സാമ്പത്തികമായി തകർച്ചയുണ്ടായി. ഇപ്പൊ തന്നെ സാമ്പത്തിക തകർച്ചയാണ്. പക്ഷേ ഈ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്, അതിനെ ഈ നദിയെ ആശ്രയിച്ചിട്ട് അതിൻ്റെ കരയിൽ ആ രീതിയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ ഇത് ബാധിക്കും. അപ്പോൾ ഈ നദിയോട് ചേർന്നിട്ടുള്ള ആളുകളെയൊക്കെ സാമ്പത്തികമായി കുടിക്കാൻ ഈ ധാരാളം പേര് ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. വലിയ നദിയാണല്ലോ. അപ്പം അതൊക്കെ അതുകൊണ്ട് നമ്മൾ നേരിട്ടുള്ള ആയുധം എടുത്ത് യുദ്ധം ചെയ്യുന്നതിന് പകരം ഇങ്ങനെ വളരെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ പൂട്ടുക എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഹിസ്ബുള്ളക്ക് പറ്റിയതുപോലെ, ഹിസ്ബുള്ളക്ക് പേജർ നെഞ്ചത്ത് വെച്ച പറ്റിയ പോലെ ഇപ്പം വെള്ളത്തിൽ കൂടെ പണി പാകിസ്ഥാന് കിട്ടും, യാതൊരു സംശയം വേണ്ട. പാകിസ്ഥാൻ ഈ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ എന്തിനു വേണ്ടിയോ ഒക്കെ തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന കണക്കുള്ളൊരു സാധനമായത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇത് വല്ലവനെ ഉപദ്രവിക്കുക, ഈ ഗതിയില്ലാത്തവന്റെ പണി തന്നല്ലേ, വല്ലവനെ കുറ്റം പറയാ, വല്ലവനെ സാധാരണ മനുഷ്യരെ അസൂയ അതുപോലെ തന്നെ ഉള്ളൂ. മനസ്സിലായി, നമുക്ക് ഇവനോട് ഇപ്പൊ പണിക്ക് പോകാനൊക്കത്തില്ലല്ലോ. നമ്മൾ ഇവനോട് പണിക്ക് പോയാൽ നമ്മുടെ ജോലിക്ക് പോകാനൊക്കത്തില്ല. നമ്മുടെ ലെവല് മാറിയില്ല, സമയമില്ലല്ലോ. നമ്മളീ പറയുന്നത് നമ്മുടെ ഇവരുമായിട്ടല്ല ബന്ധം, നമുക്ക് ഇവനുമായിട്ട് വഴക്കടിക്കാനോ. ഇപ്പം മാന്യനായിട്ടുള്ള ഒരു മനുഷ്യൻ റോഡേ പോകുമ്പോൾ ചിലപ്പം ചില കള്ളുകൂടിമാരൊക്കെ പോവാ, അത് മൈൻഡ് ചെയ്ത് പോയാൽ ആ കള്ളുകൂടിയൻ ലെവലിലാവത്തില്ല ഇവൻ. മാത്രമല്ല പുള്ളിക്ക് പോകേണ്ട കാര്യം നടക്കാതെ വരുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇവനോട് ഇപ്പം വഴക്കടിക്കേണ്ട സമയമുണ്ട്, എന്നാൽ ഇവനിട്ടൊരു പണിയും കൊടുക്കാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇന്ത്യക്ക് ഇപ്പൊ ഇവനോട് വഴക്കടിച്ചിട്ട് ഇന്ത്യയുടെ എക്കണോമിക്കിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ പുരോഗതിക്കും ഒക്കെ മുന്നോട്ട് നിൽക്കുന്ന ഒരു രാജ്യവും അതിന്റെ പ്രധാനമന്ത്രി അതിന്റെ സംവിധാനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പട്ടിണിക്ക് ഉടുതുണിക്ക് മറുതും ഇല്ലാതെ ഭിക്ഷ എടുക്കാൻ വേറെ രാജ്യങ്ങളിൽ പോകുന്ന അവസ്ഥയുള്ള ഒരു രാജ്യത്തിന്റെ കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി നമുക്ക് സംരക്ഷിച്ചാൽ മതിയാവത്തുള്ളൂ. അതിനേതർത്ഥത്തിലും
നടപടി ഉണ്ടാവും. അത് ബുദ്ധിപരമായ നടപടിയും നീക്കങ്ങളുമാണ് കാലങ്ങളായിട്ട് ഇപ്പം ഇന്ത്യ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പാകിസ്ഥാനോടും ഉണ്ടാവും. പാകിസ്ഥാന് ഇന്ത്യ പണി കൊടുക്കാൻ തീരുമാനിച്ചാൽ പണി കിട്ടി ഊപ്പാട് പോയി. നമ്മുടെ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട്, നമുക്കതും കൂടെ പറഞ്ഞ അവസാനം, വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് വെടിവെച്ച സംഭവം 2 ആഴ്ച മുമ്പുണ്ടായി. നിരന്തരം അറ്റാക്ക് ചെയ്ത്, നേരത്തെ ഇല്ലായിരുന്നു, അത് നിർത്തി വെച്ചിരിക്കുകയാണ്. 10 കൊല്ലം കൊണ്ടില്ല. അതെ, 10 കൊല്ലം കൊണ്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ വീണ്ടും പിന്നെ തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്ന ഒരു സംഭവങ്ങൾ, ഓരോ സംഭവങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ബദൽ പണി എന്നുള്ള രീതിയിൽ ഉറപ്പായിട്ട് കൊടുത്തതാണ്. അത് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ അല്ലെ സ്വതന്ത്രമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ അനുവദിച്ചേക്കുന്ന സൗജന്യങ്ങളും ആനുകൂല്യങ്ങളും നമ്മളെ ഉപദ്രവിക്കുന്നവന് വേണ്ട എന്നുള്ള രീതി തന്നെയാണ്. നമ്മൾ ഈ വെള്ളം കുടിക്കില്ല പറയത്തില്ലേ, വെള്ളം അല്ലെങ്കിൽ വായു ഒക്കെ തടയുന്നതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യത്വരഹിതമായ സമീപനമാണല്ലോ, ശത്രുവിന്റെ ആണെങ്കിൽ പോലും. പക്ഷേ ഈ ഇവന്മാരോട് അത് തന്നെയാണ് നടക്കത്തുള്ളൂ, അത് തന്നെ ചെയ്യേണ്ടി വരും. കാരണം ആ രീതിയിലുള്ള പണിയാണ് ഇങ്ങോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വെള്ളം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. അല്ല, വെള്ളം കൊടുക്കത്തില്ല. ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് പുനഃപരിശോധിക്കണം. ഇപ്പൊ കൊടുക്കുന്നത് പോലെ അങ്ങനെ ആറ്റിലെ പൂച്ചിലായിട്ടും സൗജന്യമായിട്ടും അല്ലെങ്കിൽ വെള്ളം ദുർവിനിയോഗം ചെയ്യുന്നതാണ് ഇപ്പൊ കണ്ടെത്തിയത്. അങ്ങനെ ഇനി വെള്ളം കൊടുക്കാൻ ഒക്കത്തില്ല. ഇന്ത്യക്ക് ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ് ഇവര് ഉപയോഗിക്കുന്ന വെള്ളം. അതായത് ഓരോ ലൈൻ ഉണ്ടല്ലോ. അപ്പൊ അതിനെയും ഉപയോഗിക്കണമെങ്കിൽ ഇന്ത്യ പറയുന്ന അനുസരിച്ച് ഇന്ത്യയുടെ ഈ കരാറിന് മുൻതൂക്കമാണ്. ആ കരാർ 1960 കരാർ അനുസരിച്ചാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പൊളിച്ചെഴുതിയിട്ട് അതിന് വേണ്ട ഭേദഗതികൾ വരുത്തി നമ്മുടെ താല്പര്യം അനുസരിച്ചുള്ള കാര്യങ്ങൾ മതി, അങ്ങനെ നടക്കും, അത് മതിയെന്നാണ് അതിന് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. മനസ്സിലാവുമെങ്കിൽ മനസ്സിലാവും, ഇല്ലെങ്കിൽ അനുഭവിക്കും. അത്രേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.